എൻ്റെ സാറേ, ഇപ്പം ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ കമ്പനിയിലേക്ക് വരുന്നത്. അതെ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു റെസ്പോൺസ്? നല്ല അടിപൊളി റെസ്പോൺസ് ആയിരുന്നു കേട്ടോ. ആണല്ലേ? സെയിലൊക്കെ നന്നായിട്ട് നടന്നു. സെയിൽ നല്ല ഉഗ്രൻ സെയിലായിരുന്നു. നമുക്കത് കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ തമിഴ്നാടും ബാംഗ്ലൂര് ബോംബെ ഒക്കെയാണ് കൂടുതലും കയറുന്നത്. എക്സ്പോർട്ട് നടക്കുന്നുണ്ട്. നല്ല അടിപൊളി. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ സൗദി അറേബ്യക്ക് ഇപ്പോൾ ഷിപ്പിംഗ് ഒന്ന് ഇതായത് കാരണം നമുക്ക് 2 മെഷീൻ പെൻഡിങ് ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ സൗദി അറേബ്യക്ക് മെഷീൻ എത്തിക്കഴിഞ്ഞാൽ അപ്പം അങ്ങനെ ഒരു ഇത് കാരണം അങ്ങനെ നിൽക്കുകയാണ്. കച്ചവടം കൂടി ഇപ്പോൾ കടുകുമണിക്ക് ചെലവ് ചെയ്യണട്ടാ. തീർച്ചയായിട്ടും ബിരിയാണി എന്തായാലും മേടിച്ചു തരും. ഇപ്പൊ നമ്മുടെ പുതിയ മെഷീനൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെ. അപ്പൊ അതിനെ ഒന്ന് പരിചയപ്പെടുത്താൻ ആണ് ഇപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്നത്. അതിനു മുമ്പ് നമ്മുടെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഒന്ന്. നമ്മുടെ സ്ഥലം വന്നത് എറണാകുളമാണ്. എറണാകുളം തൃപ്പൂണിത്തറ ആണ് സ്ഥലം. തൃപ്പൂണിത്തറ പുതിയകാവ്. അപ്പൊ ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഒരു 26ാമത്തെ വർഷമായി. കൊല്ലം കഴിഞ്ഞ വർഷം നമ്മൾ എടുക്കുമ്പോൾ 25 വർഷം. ഇതിപ്പോൾ 26ാമത്തെ വർഷത്തിലോട്ട് നമ്മൾ എത്തി നിൽക്കണത്. ഇപ്പം മിഷൻ തുടങ്ങിയിട്ട് നമ്മൾ 9 വർഷമായിട്ടുള്ളൂ. പക്ഷേ 26 വർഷമായിട്ട് നമ്മളിങ്ങനെ ഫുഡ് പ്രോസസ് യൂണിറ്റിൽ സ്പെഷ്യാലിറ്റി ഫുഡ് പ്രോഡക്ട്സ് ആയിരുന്നു. ഇപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ 9 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ 9 കൊല്ലം മുമ്പ് നമ്മൾ മിഷനറിയിലോട്ട് പോയി. അപ്പോൾ സ്പെഷ്യാലിറ്റി ഫുഡ് മെഷീൻസ് ആണ്. രണ്ടും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ രണ്ടും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫുഡ് പ്രോഡക്ട്സ് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ആർക്ക് വേണമെങ്കിലും അതിനുള്ളൊരു സൗകര്യം നമുക്കുണ്ട്. ഇപ്പോൾ നമ്മുടെ മെഷീൻ എടുക്കാൻ വന്നവർക്ക് അവരുടെ പ്രോഡക്റ്റായിട്ട് ഇവിടെ വന്ന് അത് ഓടിച്ച് നോക്കി. നമ്മളെപ്പോഴും മെഷീൻ കൊടുക്കുന്നത് അങ്ങനെയാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. നമ്മളവിടെ ചെല്ലുന്ന ഇൻസ്റ്റലേഷൻ കമ്മീഷനിങ് അതിൻ്റെ കൂടെ അവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ട്രെയിനിങ്, അതിൻ്റെ ബ്ലെൻഡിങ് എങ്ങനെയാണ് അത് ബ്ലെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അച്ചപ്പ ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്തവർക്ക് പോലും ഇതിനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം നമ്മുടെ മെറ്റീരിയൽ ഇവിടെ വന്ന് നോക്കിയിട്ട് അവർക്ക് നമ്മുടെ ബ്ലെൻഡിങ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങനെ അത് ഉണ്ടാക്കിയത് എടുത്ത് തിന്ന് നോക്കി ടേസ്റ്റ് നോക്കി രുചിച്ച് നോക്കി അത് നല്ല ഭംഗിയായിട്ട് അതൊക്കെ നമ്മുടെ വൈഫിൻ്റെ ഒരു ഭാഗമാണ്. എങ്കിൽ പോലും കൂടെ എപ്പോഴും വൈഫ് ഉണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരത്തി നമുക്കതെല്ലാം എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണിച്ച് തന്ന് ട്രെയിനിങ്ങും കൂടി കൂടെ തരും. എൻ്റെ സാർ, ഇപ്പോൾ നമ്മൾ നമ്മുടെ കമ്പനിയിൽ 3ാമത്തെ മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണല്ലോ. അതെ. അപ്പോൾ 3 മെഷീനുകൾ ഉണ്ട് നിലവിൽ. അപ്പോൾ ഈ 3 മെഷീനുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിലുള്ള വ്യത്യാസം. പിന്നെ അതിൻ്റെ കൂടെ പ്രൈസിൻ്റെയും വ്യത്യാസം ഉണ്ടാവും. പ്രൊഡക്ഷൻ കപ്പാസിറ്റിയാണ് മെയിൻ. അതായത് ലാർജ് സ്കെയിലിൽ പ്രൊഡക്ഷൻ നടത്തുന്നവർക്ക്. അപ്പോൾ അതാണ് നേരത്തെ ഞാൻ കാണിച്ചു തന്നത്. 20 പീസ് അറ്റ് എ ടൈം വരുന്നതുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ 10 എണ്ണം വരുന്നതുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയാണ് ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ഇറക്കിയ മെഷീൻ 5 എണ്ണം വരുന്നതുണ്ട്. അങ്ങനത്തെ വ്യത്യാസങ്ങൾ ഈ മെഷീനിലുണ്ട്. എല്ലാത്തിനും 2 ലക്ഷം രൂപയുടെ വ്യത്യാസങ്ങളും ഉണ്ട്, പ്രൈസിലും ഉണ്ട്. സ്റ്റാർട്ടിങ് എങ്ങനെയാണ് തുടങ്ങുന്നത്? നമ്മുടെ സ്റ്റാർട്ടിങ് പ്രൈസിലാണോ ചോദിച്ചത്? അതോ പ്രൈസ് 10 എണ്ണത്തിൻ്റെ വരുന്നത്? 20 എണ്ണത്തിൻ്റെ ആണെങ്കിൽ 685 വരും. 10 എണ്ണത്തിൻ്റെ ആണെങ്കിൽ 485 വരും. 5 എണ്ണത്തിൻ്റെ ആകുമ്പോൾ 285 വരും. ശരി. അങ്ങനെയാണ് പ്രൊഡക്ഷൻ പോകുന്നത്. 3 പ്രൈസുകൾ വരുന്നത്. അതായത് നമ്മളെ ഏറ്റവും വലിയ അച്ചപ്പത്തിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ചെറിയ അച്ചപ്പത്തിന്റെ കാര്യമല്ല, ഏറ്റവും വലിയ അച്ചപ്പത്തിന്റെ. ടാങ്കിന്റെ കപ്പാസിറ്റിയിലും വ്യത്യാസം ഉണ്ടാവില്ല? എല്ലാം വ്യത്യാസം ഉണ്ടാവും. ടാങ്കിന്റെ കപ്പാസിറ്റി, ഓയിലിന്റെ കപ്പാസിറ്റി, ഹീറ്റിംഗ് കപ്പാസിറ്റി, അതിന്റെ ഇലക്ട്രിക് കപ്പാസിറ്റി, എല്ലാ സാധനങ്ങളും വ്യത്യാസമായിരിക്കും. ഒരുപാട് വ്യത്യാസങ്ങൾ വരും. ഇത് നമ്മുടെ ആദ്യകാല മെഷീനാണ്. അതായത് സ്പെഷ്യാലിറ്റി ഫുഡ്സിന് വേണ്ടി നമ്മൾ ആദ്യം 9 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയെടുത്ത മെഷീനാണ് ഈ കിടന്ന് ഓടുന്ന മെഷീൻ. അപ്പോൾ ഇത് മാറി ഇപ്പോൾ പുതിയ ജനറേഷനിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞു. അതായത് പുതിയ മെഷീനിലോട്ട് വന്നു. അതിനും അപ്ഡേഷൻ, ഇപ്പോൾ 3ാമത്തെ അപ്ഡേഷൻ വന്നു. അത് നമുക്ക് ഇതിൻ്റെ പുറകെ നമുക്ക് അതും കൂടി കാണാം. ഓക്കെ. നമ്മളിപ്പോൾ പഴയ മെഷീൻ, എൻ്റെ ആദ്യത്തെ മെഷീൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ 2ാമത് ഡെവലപ്പ് ചെയ്ത മെഷീനാണിത്. ഇത് കുറച്ചും കൂടി നമുക്ക് കോമ്പാക്റ്റഡ് ആണ്. അതായത് നമുക്ക് അതുപോലെ തന്നെ 2 പേര് നിന്നുകൊണ്ട് തന്നെ നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാം. അതായത് അവിടെ കണ്ടത് 10 അച്ചപ്പത്തിൻ്റെ മെഷീനാണെങ്കിൽ ഇത് 20 അച്ചപ്പം നമുക്ക് 4 ഇഞ്ച് ഡയമീറ്ററിൽ നല്ല 4.25 ഇഞ്ച് ഡയമീറ്റർ വരെ നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കാം. അതായത് ഒരു 1.25 മിനിറ്റൊക്കെ കൊണ്ട് ഇതിനകത്ത് നമുക്ക് 20 അച്ചപ്പം വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കും. അതാണ് ഈ മെഷീൻ്റെ പ്രത്യേകത. പിന്നെ കുറച്ച് വാട്ട്സിൽ കുറച്ച് വ്യത്യാസമുണ്ട്. മറ്റേത് 12,000 വാട്ട്സാണ്, ഇത് 15,000 വാട്ട്സാണ്. നമുക്ക് എടുത്ത് വെക്കാനുള്ള സൗകര്യം
ഓട്ടോമാറ്റിക് മാവ് വരും, മാവിൽ ഡിപ്പ് ചെയ്തു ഫ്രൈ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് ഫ്രണ്ടിൽ ഇതിനെ കുടഞ്ഞിട്ട് തരുന്നു. അത്രയും, അതായത് ഏറ്റവും സിമ്പിളായിട്ട് ഓടിക്കാവുന്ന മെഷീൻ, ഏറ്റവും സുഖമായിട്ട്. ഇപ്പോൾ നമുക്ക് കയ്യിലുകൊണ്ട് വേണമെങ്കിൽ കയ്യിലുകൊണ്ട് എടുക്കാം, ഇല്ലെങ്കിൽ കമ്പി കൊണ്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ തോണ്ടി എടുത്ത് നമുക്ക് ഈ മെഷീൻ്റെ മുകളിലോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ അതിനകത്തുനിന്ന് തന്നെ ഓയിൽ തിരിച്ച് വീണ്ടും നമ്മുടെ ഓയിൽ ഫ്രൈയിങ് ഏരിയയിലോട്ട് തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. ഇത് നമ്മുടെ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് മെഷീൻ, അതായത് ഡൊമസ്റ്റിക് പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള മെഷീനാണ്. ഡൊമസ്റ്റിക് പർപ്പസ് എന്ന് ഉദ്ദേശിക്കുന്നത് വീടുകളിൽ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതായത് ചെറിയ പ്രൊഡക്ഷൻ നടത്തുന്നവർക്ക്. അതായത് ഒരു മണിക്കൂറിൽ ഒരു 250 എണ്ണം നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കാം. 5 എണ്ണം വെച്ചിട്ടാണ് ഇതിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം പഴയ മെഷീൻ്റെ പോലെയൊക്കെ തന്നെയാണ്, സിസ്റ്റമൊക്കെ സെയിമാണ്, പക്ഷേ പ്രൊഡക്ഷൻ 5 എണ്ണം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ പഴയ പോലെ തന്നെ മാവ് ഇതിനകത്ത് ഒഴിക്കുന്നു. മാവ് ആവശ്യമുള്ള മാവ് ഓരോ പ്രാവശ്യവും ഡിപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്നു, ഡിപ്പ് ചെയ്ത് കഴിഞ്ഞു ഫസ്റ്റ് സോണിൽ വന്നു, ഫ്രൈ ആവുന്നു. അത് കഴിഞ്ഞ് ഫ്രൈയും കഴിഞ്ഞിട്ട് അത് ഗ്രാജുവലി പതുക്കെ നമ്മളെ സെക്കൻഡ് സോണിലോട്ട് വന്നിട്ടാണ് ഇത് കുടഞ്ഞിട്ട് തന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ കൺട്രോളും സിസ്റ്റമെല്ലാം ഈ ഭാഗത്തായിട്ടാണ് വെച്ചേക്കണത്. അപ്പോൾ നമുക്ക് വളരെ കോമ്പാക്റ്റാണ്, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന മെഷീനാണ്. ഇത് അതിൻ്റെ ട്രേ ആണ്. നേരത്തെ ഉള്ള പോലെ തന്നെ നമുക്ക് അച്ചപ്പം പെറുക്കി ഇതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഓയിൽ അതിൻ്റെ അകത്തുനിന്ന് വാർന്ന് ഇതിനകത്തോട്ട് തന്നെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഫ്രൈയും കഴിഞ്ഞു വരുന്നു, അതവിടെ കുടഞ്ഞിട്ട് നമുക്ക് തരും. ഇത് നമുക്ക് ഏറ്റവും ചെറിയ മെഷീനാണ്. ഇത് നമുക്ക് ഒരു മണിക്കൂറിലൊരു 250 അച്ചപ്പം വെച്ച് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ചെറിയ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഈ ലേഡീസൊക്കെ ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾ, അപ്പോൾ ഇത് സിംഗിൾ ഫേസും കൂടിയാണ്. ഒരു സിംഗിൾ ഫേസിൽ ഇത് വർക്ക് ചെയ്തോളൂ ഈ മെഷീൻ. പുതിയ ഒരു ചെറിയ അപ്ഡേഷനും കൂടി നമ്മൾ മെഷീനിൽ ചെയ്തിട്ടുണ്ട്, അതായത് പ്രീ ഹീറ്റിംഗ്. ഇപ്പോൾ ചില സ്ഥലത്ത് ഇപ്പോൾ തമിഴ്നാട്ടിലോട്ടൊക്കെ ചെല്ലുമ്പോഴത്തേക്കും കാരം ഓടിക്കണം. കാരം മീൻസ് നമ്മൾ ഇവിടുത്തെ പോലെയല്ല, അവർ കടലമാവൊക്കെ ഇട്ടിട്ട്, അതായത് എരിവെള്ളച്ചപ്പം. അപ്പോൾ ഈ എരിവെള്ളച്ചപ്പം ഓടിക്കണമെങ്കിൽ നമുക്കതിനൊരു വ്യത്യാസമുണ്ട്. നമ്മൾ നേരിട്ട് മാവിൽ മുങ്ങി എണ്ണയിൽ പോയി ഫ്രൈ ചെയ്യുകയാണ്. അപ്പോൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മാവിൽ വന്ന് മുങ്ങുകയാണ്. മറ്റേത് അങ്ങനെയല്ല, ഒരു പ്രീ ഹീറ്റിംഗ്, അതായത് ഫ്രൈയും കഴിഞ്ഞിട്ട് രണ്ടാമത് വന്നിട്ട് ഒരു പ്രീ ഹീറ്റിംഗ് കൊടുത്തിട്ടാണ് വീണ്ടും പോയി മാവിൽ മുങ്ങുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു സിസ്റ്റം. അപ്പോൾ തമിഴ്നാട് മേഖലകളിലോട്ടും ചെന്നൈയിലോട്ടൊക്കെ പോകുന്ന മെഷീൻസിന് അങ്ങനെ. അപ്പോൾ ഒരു പുതിയ ഒരു ചെറിയൊരു ചേഞ്ചസും കൂടി വരുത്തിയിട്ടുണ്ട്. പുതിയ അഡ്വാൻറ്റേജാണ് ആ മെഷീൻ. സാർ, നമ്മുടെ ഇപ്പോൾ കമ്പനിയുടെ ഇപ്പോൾ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 48 hour നമ്മൾ പറയുന്നത്. 48, അത് 2 ദിവസം നമുക്ക് ഗ്യാപ്പ് വേണ്ടി വരും. അപ്പോൾ ഒരു 48 മണിക്കൂറിനുള്ളിൽ നമ്മൾ അവിടെ എത്തുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ എല്ലാവർക്കും കൊടുത്തേക്കണത്. അതായത് ഇപ്പോൾ ഓൾമോസ്റ്റ് 130 മെഷീൻ്റെ അടുത്തോളം ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അത്രയും മെഷീനുണ്ട്. പിന്നെ അങ്ങനെ എന്നും സർവീസൊന്നും കാര്യമായിട്ട് അങ്ങനെ നമുക്കില്ല. എങ്കിൽ പോലും നമ്മൾ പറയണ ഒരു 48 hourനുള്ളിൽ നമ്മൾ മെഷീൻ സർവീസ് ചെയ്യാൻ ആളെത്തും. പിന്നെ അതുപോലെ ഡെലിവറി അങ്ങനെ തന്നെയാണ്. ഒരു 30 days ആണ് നമ്മൾ ചോദിക്കുന്നത്. ഒരു 30 ദിവസം നമ്മൾ ടൈം പീരീഡ് ഉണ്ട്. ഒരു മെഷീൻ ചെയ്തെടുത്ത് മെഷീൻ ഓൾറെഡി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പോലും ഒരു 30 ദിവസം കൊട്ടേഷൻ പ്രകാരം എന്ന് നമുക്ക് അവർ അഡ്വാൻസ് ചെയ്യുന്നു. അത് പ്രകാരം ഒരു 30 ദിവസത്തിനുള്ളിൽ നമ്മൾ മെഷീൻ ഡെലിവറി ചെയ്യും. ഇപ്പോൾ നമുക്ക് ഈ മെഷീൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഇപ്പോൾ കമ്പനി വിസിറ്റ് ചെയ്യാൻ പറ്റുമോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ? തീർച്ചയായിട്ടും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, നിങ്ങൾക്ക് ഇപ്പോൾ കസ്റ്റമറിന് വന്നിട്ട് നേരിട്ട് നമ്മുടെ കമ്പനിയിൽ വന്നിട്ട് മെഷീൻസും കാണാം, മാനുഫാക്ചറിങ്ങും കാണാം, മെഷീൻ മാനുഫാക്ചറിങ്ങും കാണാം, പ്രൊഡക്ഷൻ വിങ്ങിൽ വന്നാൽ പ്രൊഡക്ഷനും കാണാം. അപ്പോൾ നമ്മുടെ ഇതേ മെഷീൻ തന്നെ നമ്മുടെ കമ്പനിയിൽ നമ്മളും പ്രൊഡക്ഷൻ അച്ചപ്പം കൊള്ളപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം. ഇനി അതിലൊക്കെ എന്തെങ്കിലും നിങ്ങളുടെയൊക്കെ പോരായ്മകൾ എന്തെങ്കിലും അതുണ്ടെങ്കിൽ നമ്മളതും അതിനകത്ത് റെക്ടിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എൻ്റെ സാറേ, വളരെ നന്ദി. അപ്പോൾ കൂടുതൽ നമ്മുടെ ഈ പ്രാവശ്യത്തെ വീഡിയോ ഉഷാറാവട്ടെ, സെയിലൊക്കെ നടക്കട്ടെ. ഞങ്ങൾക്കും നല്ല വ്യൂസ് കിട്ടട്ടെ, ജനങ്ങൾക്ക് ഓക്കെ സാർ. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.